ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന മത്സരം നടക്കുന്നത് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. ഓസ്ട്രേലിയനെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന ഭൂമി എന്ന് പറയുന്ന ഒരു മൈതാനം. 136 ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ 91 മത്സരങ്ങളിലും ഓസ്ട്രേലിയ വിജയിച്ചിട്ടുണ്ട്, 39 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ അവിടെ 22 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, അതിൽ 5 മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്, 16 മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ മൈതാനത്ത് 19 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങളാണ് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയ 16 വിജയം, 1 മത്സരത്തിൽ ഫലമുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 മത്സരത്തിൽ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യ ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മൈതാനങ്ങളായിരുന്നു എന്ന്, അല്ലെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ കളിച്ച മൈതാനത്തിൽ ഇന്ത്യ മുമ്പ് കളിച്ച 2 മത്സരങ്ങൾ വിജയിച്ചിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ അവിടെ വിജയിക്കുന്നത്. പക്ഷെ സിഡ്നിയിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി ഈ പരമ്പര നഷ്ടമായിട്ടുള്ള ഒരു ഇന്ത്യൻ ടീം, അതുപോലെ തന്നെ ഓസ്ട്രേലിയനെ സംബന്ധിച്ച് മികച്ച ഫോമിൽ നിൽക്കുന്ന ടീം, ബൗളർമാരാണ് അവരുടെ ഒരു മെയിൻ ശക്തി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത്രയും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഓസ്ട്രേലിയനെ സംബന്ധിച്ച് നല്ല ചരിത്രമുള്ള സിഡ്നിയിൽ ഇന്ത്യയുടെ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുക? ഇപ്പോൾ ഈ പറഞ്ഞ പരമ്പര നഷ്ടപ്പെട്ടു, ഇനി പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ അവസാന മത്സരമാണോ അല്ലയോ എന്നാണ്. ആ സംശയം ഇന്നലെ നമുക്കറിയാം. ഇന്നലെ വിരാട് കോഹ്ലി ഔട്ടായി പോകുമ്പം കാണികൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അത് വല്ലാത്തൊരു രീതിയായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പം ആ ഒരു ഘടകം വെച്ച് നോക്കുമ്പം കോഹ്ലിയുടെ അവസാന മത്സരമായിരിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. അതങ്ങനെ ആവാൻ സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ ഇനി ഇന്ത്യയിലെ മത്സരങ്ങൾ വരുന്നതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഇവിടെ വാങ്ങുന്ന മത്സരം കളിക്കുമെന്ന് അറിയില്ല, കാത്തിരുന്ന് കാണണം. അത് കാണുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം സൈഫ് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് ബൗളർമാരാണ് കരുത്ത്. ഇന്ത്യയുടെ കരുത്ത് വരുന്നത് ബാറ്റ്സ്മാൻമാരായിരുന്നു. 8ാം നമ്പർ വരെ ബാറ്റിംഗ് ഡെപ്തുള്ളൊരു ടീമാണ്. പക്ഷേ അതിൽ ടോപ്പ് ഓർഡർ ഇന്നലെ ഇപ്പം പറഞ്ഞാൽ രോഹിത് ശർമ്മയും പിന്നെ ശ്രേയസ് അയ്യരും പിന്നെ ടോപ്പ് ഓർഡറിൽ തിളങ്ങിയെന്ന് പറയാം. ആദ്യ മത്സരത്തിലാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. ഈ ബാറ്റ്സ്മാൻമാർ പാടെ നിരാശപ്പെടുത്തുകയാണ്. നേരെ മറിച്ച് ബൗളിങ്ങിൽ വരും കുൽദീപ് യാദവിനെ പോലൊരു താരത്തെ ഇപ്പോഴും പുറത്തിരുത്തിയിട്ടാണ് ഇന്ത്യ 2 മത്സരം കളിച്ചത്. ആദ്യ മത്സരം നമുക്ക് പിച്ചിൻ്റെ ഇത് നോക്കി മനസ്സിലാക്കി ഇതാക്കാമായിരുന്നു. 2ാം മത്സരത്തിൽ കുൽദീപ് കളിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. കുൽദീപ് കളിക്കണം എന്ന് പറഞ്ഞു. കുൽദീപ് കളിച്ചിരുന്നെങ്കിൽ ഇന്നലെ ആദ്യം സാമ്പ വിക്കറ്റ് എടുക്കാൻ നമ്മൾ കണ്ടു. ഒരു ചെറിയൊരു സാമ്പയാണ് 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അപ്പം ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ കുൽദീപിന് കഴിയുമായിരുന്നു എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് അത് വിശ്വസിച്ചില്ല. കുൽദീപ് പുറത്തിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു ടീം, അതായത് ഉള്ള കരുത്തിനെ പുറത്തിരുത്തുന്നു, മറ്റേ നമ്മൾ ഓവറായി ആശ്രയിക്കുന്ന കരുത്ത് അത് യഥാർത്ഥ പ്രകടനം പുറത്തെടുക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ സിഡ്നിയിലേക്ക് കളിക്കാൻ വന്നത്. സിഡ്നിയുടെ ചരിത്രം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓസ്ട്രേലിയക്കെതിരെ 2 വിജയം മാത്രമുള്ള ഒരു ഗ്രൗണ്ടാണ്. ഇപ്പം നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഒരു 3-0 ഒരു പരമ്പര നഷ്ടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. നേരെ മറിച്ച് ഓസ്ട്രേലിയ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആദ്യ മത്സരത്തിൽ ഡെക്വർത്ത് ലൂയിസ് പ്രകാരമാണെങ്കിൽ കൂടി മികച്ച വിജയം. ഇന്നലെ 2 വിക്കറ്റിന് വിജയമാണെന്ന് പറഞ്ഞാൽ തന്നെ അത് അനായാസ വിജയം തന്നെ അവിടെ പറയാൻ വേണ്ടി. അവസാന നിമിഷം ഒന്ന് ടൈറ്റ് ആവുമെന്ന് നമുക്ക് തോന്നി. പക്ഷേ നമുക്കറിയായിരുന്നു അത് കൈവിട്ട് പോയിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റേഡിയത്തിലായിരുന്നു അന്തരീക്ഷം ഇന്നലത്തെ മത്സരം. 3ാം മത്സരത്തിലേക്ക് ആശങ്കയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം മത്സരത്തിൽ അവർ ബാക്കിയുള്ള താരങ്ങൾക്ക് അവസരം ലഭിക്കാൻ എന്താ വേണ്ടത് വെച്ച് ചെയ്യാം. പക്ഷേ ഇന്ത്യക്ക് ഒരു പരീക്ഷണം, ഇനിയിപ്പോൾ പരീക്ഷണമൊന്നുമില്ല, ഇന്ത്യക്ക് ഒരു ജീവൻമരണ പോരാട്ടമാണ്. ഇപ്പം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിച്ചത് ജയ്സ്വാളിനെ വേണം കളിപ്പിക്കാം, കുൽദീപിന് അവസരം കൊടുക്കാം, എങ്ങനെയും ഒന്ന് നിലനിന്ന് പോകണം, ജയിച്ചു പോകണം. വിരാടും രോഹിത്തും കളിക്കുന്നതിന് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് ഇനി പുറത്തിരുത്തിയിട്ട് അവർക്ക് നമുക്ക് മാറ്റി പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കൊടുക്കാനുള്ള അവസരം കൊടുത്ത് ഒരു വിടവാങ്ങലിലേക്കാണെങ്കിൽ വിടവാങ്ങൽ, അല്ലെങ്കിൽ അവസാന ഓസ്ട്രേലിയൻ പര്യടനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇനി അവർ തുടർന്നാലും ഓസ്ട്രേലിയൻ പര്യടനത്തിൽ വൈറ്റ് ബോൾ അവരെ ഇതായിരിക്കും. അതിനുശേഷം ഇന്ത്യയിൽ വന്നിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം അവസാനം ഇന്ത്യയിൽ കളിച്ച് തീർക്കുകയില്ലയോ എന്ന്. എങ്കിൽ കൂടി അങ്ങനെ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ മത്സരത്തിലുള്ള പ്രതീക്ഷകൾ ഈ പറഞ്ഞ ടീം മാറ്റാണ്ടാണ് ഈ ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് ഇറങ്ങി അതേ സ്ക്വാഡിന് ഇറങ്ങുന്നെങ്കിൽ സംശയമൊന്നുമില്ല, പരാജയം തന്നെ ആയിരിക്കും ഇന്ത്യക്ക് കാത്തിരിക്കേണ്ടി വരിക. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ സീരീസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് യാതൊരു സംശയമില്ല ഇന്ത്യ ജയിക്കും. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സീരീസിന് മുമ്പ് നമ്മൾ ആദ്യ മത്സരങ്ങൾക്ക് മാത്രമേ നമുക്ക് ആശങ്കയുണ്ടായിരുന്നുള്ളൂ. ഈ ഗില്ലും സംഘവും എന്ത് ചെയ്യുന്നു. പിന്നെ നമുക്കൊക്കെ പ്രതീക്ഷയായിരുന്നു, പ്രതീക്ഷ നൽകുന്ന സ്ക്വാഡായിരുന്നു. ബാറ്റിംഗ് ഡെപ്ത് ആയാലും ബോളിംഗ് ഡെപ്ത് ആയാലും നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്ന സ്ക്വാഡായിരുന്നു. ഓസ്ട്രേലിയക്ക് പോകുമ്പോഴും ഗില്ലിൻ്റെ സംഘം ഓസ്ട്രേലിയൻ വെച്ചിലാണ് ഗിൽ ഇറങ്ങിയിരുന്നത് പറയുമ്പോഴും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചെത്തുമെന്ന് പറഞ്ഞു. നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ രോഹിത് ഇന്നലെ തിരിച്ചു വന്നു തന്നെ പറയാം. തിരിച്ചു വന്നിട്ടുണ്ട്, മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. ഒരു മടങ്ങിയരവിൽ ആദ്യത്തെ മെല്ലപ്പോൾ ഒഴിച്ചാൽ അദ്ദേഹം ആ കണ്ടീഷൻ അനുസരിച്ച് കളിച്ച് തിരിച്ചു വന്നു. ശ്രേയസ് അയ്യർ എന്താണ് പ്രതീക്ഷ നൽകി. എങ്കിൽ കൂടി നമുക്ക് വിജയിച്ചൊരു ടീമായി മാറാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം നിലവിലെ അവസരം പറയുന്നത് സങ്കടം ഉണ്ടെങ്കിൽ കൂടി അടുത്ത മാസം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ജയ്സ്വാളിന് അവസരം കൊടുക്കാം, വേണമെങ്കിൽ KL രാഹുൽ പകരം ധ്രുവ് ജുറലിന് വേണമെങ്കിൽ വിക്കറ്റ് കീപ്പിങ്ങിലൊന്ന് അവസരം കൊടുക്കാം, കുൽദീപ് യാദവ് കളിക്കണം എന്ന് പറയും, പ്രസിദ്ധ് കൃഷ്ണക്ക് ഒരു അവസരം കൊടുക്കാം. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ മാറ്റങ്ങളുടെ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയാൽ അത് 3-0 തോറ്റു വരുന്നതിന് പകരം 2-1
മടങ്ങി വരാൻ വേണ്ടി പറ്റും. ഇന്ത്യയുടെ ഈ ക്യാപ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി വലിയ രീതിയിൽ നമുക്കറിയാം ടെസ്റ്റ് പരമ്പരയിൽ എങ്ങനെയായിരുന്നു എന്ന്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ശുഭ്മാൻ ഗില്ല് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ ക്യാപ്റ്റനായിട്ട് കളിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ രോഹിത്തും കോഹ്ലിയും ഉള്ള ഒരു ടീമിനെ നയിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഗില്ലിനുണ്ടാകും എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പലപ്പോഴും പല തീരുമാനങ്ങളും രോഹിത് തന്നെ എടുക്കുന്നുള്ള ഒരു രീതിയിൽ സ്വന്തമായിട്ട് ഗില്ലിന് തീരുമാനങ്ങൾ എടുക്കാൻ അത്ര തരത്തിൽ കഴിയാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷൻ കഴിഞ്ഞ മത്സരത്തിൽ പലരും വിമർശനങ്ങളൊക്കെ ആയിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഗംഭീറും രോഹിത്തും തന്നെയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഗില്ലിനെ ഒരു ക്യാപ്റ്റനാക്കിയിട്ട് വളർത്തി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ കണ്ട ആ ഒരു കോൺഫിഡൻസ് ഗില്ലിന് നമുക്ക് കാണാതിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിമർശനം തന്നെയായിട്ട് കേൾക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് വിമർശനം ഉണ്ടാവും. പക്ഷേ ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്, കാരണം രോഹിത് ശർമ്മ പോലൊരു നായകൻ ഇവിടെ ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക പറഞ്ഞാൽ അത് ഒരിക്കലും അത് പിന്നെ സമ്മർദ്ദമായിട്ട് ഇതായിട്ട് കാണേണ്ടതില്ല. അല്ല, അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നതിലുപരി ഫീൽഡും ഒക്കെ നേരിട്ട് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും നമ്മളിപ്പം ധോണി കോഹ്ലി ഉണ്ടായ സമയത്ത് നമുക്കറിയാം ധോണി ചെയ്യുന്നത്, ധോണി അത് കോഹ്ലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു പലപ്പോഴും ചെയ്യുന്നത്. കോഹ്ലിയോട് സംസാരിച്ചിട്ട് ചെയ്ത് നമ്മളെ കണ്ടാണ് രീതിയിൽ വരുന്നുണ്ട്. ചിലപ്പോൾ രോഹിതിനോട് ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. നമുക്ക് അല്ലാതെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ക്യാപ്റ്റനാണല്ലോ, ഇടയ്ക്ക് സമയത്ത് ചിലപ്പം ചില ടീമിൽ കാണും, ഞാനും ക്യാപ്റ്റൻ എന്നൊക്കെ വരുന്ന താരങ്ങളെ കാണാറുണ്ട്. അതുപോലെ ഒരു അവസരമായിട്ട് തോന്നില്ല. പക്ഷേ ഈ സമയത്ത് പിന്നെ 2 മത്സരങ്ങളിൽ 19 റൺസാണ് ശുഭ്മാൻ ഗില്ലിന് നേടാൻ വേണ്ടി പറ്റിയത്. ആദ്യ മത്സരത്തിൽ 2ാം മത്സരം ചേർന്നിട്ട് ഗില്ലിൻ്റെ കോൺഫിഡൻസ് അവിടെ തന്നെ തകർന്നിട്ടുണ്ടാവും. ഗില്ലിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ബാറ്റിംഗ് ആണ്. ഇപ്പം ടെസ്റ്റ് പരമ്പരയിൽ ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ പറയുമ്പോഴായാലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറായിട്ട് പല വർഷങ്ങളും സെഞ്ചുറി അടിക്കാനൊക്കെ താരത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പം ബാറ്റിങ്ങിൽ ക്യാപ്റ്റന് സമ്മർദ്ദമില്ലാണ്ട് ബാറ്റ് വീശാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു ആത്മവിശ്വാസം ഇരട്ടിക്കാണ് ചെയ്തത്. നേരെ മറിച്ച് ഓസ്ട്രേലിയൻ അടുത്ത് വന്നപ്പം 2 മത്സരങ്ങളായിട്ട് ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടു പോയി. അവിടെ തന്നെ കോൺഫിഡൻസ് ലെവൽ തീർന്നിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഘട്ടത്തിൽ ഈ ക്യാപ്റ്റൻസിയുടെ ഇത് പിഴവും കൂടെ വരുത്തുന്നുണ്ട്. കാരണം 2 മത്സരം നിർണായകമായിട്ട് പോവാണ്, ബോളിങ്ങിൽ നിർണായകമാണ്. ബോളിംഗ് പിടിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ അതും കൂടെ തൻ്റെ തലയിൽ വരേണ്ട വെച്ചിട്ട് ഒരു യുവതാരം എന്തായാലും ചിലപ്പം തേടുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആവശ്യമുണ്ടോ വെച്ചാൽ ഇല്ല. ഒരു ക്യാപ്റ്റനായിട്ട് ഒരു വരുമ്പോൾ അതിന് ചെയ്യേണ്ടതല്ല, ഗില്ല് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു തേടുന്നു, അല്ലെങ്കിൽ ഗില്ല് ക്യാപ്റ്റനായിട്ട് വരുവാണ്, വളർന്നുകൊണ്ടിരിക്കുവാണ്, ആ സമയത്ത് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദം ഉണ്ടാവും. ഇതിപ്പം എന്തായാലും ക്യാപ്റ്റൻ ബാറ്റിങ്ങിൽ തന്നെ ബാധിച്ചു. ഇനിയിപ്പം പിന്നെ ഫീൽഡിങ്ങിൽ കൂടി കൂടുതൽ തന്നെ ഇതാക്കേണ്ട 2 താരങ്ങളുണ്ടല്ലോ, അവരുടെ സഹായം തേടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് തോന്നാമില്ല. പക്ഷെ അത് വേണമെന്നുള്ള ചോദ്യം വേറൊരു ചോദ്യമായിട്ടാണ് കിടക്കുന്നത് അവിടെ. ഇന്ത്യയുടെ ഈ കഴിഞ്ഞ മത്സരം, അപ്പോൾ ആദ്യ മത്സരം നമുക്കറിയാം ഒന്നും ഇന്ത്യക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു മത്സരമായിരുന്നു എന്നുള്ളത്. അതങ്ങനെയാണ്. മഴയും ഒരു ഇടക്കിടക്ക് മത്സരം നിർത്തിവെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു മത്സരം അങ്ങനെ ആവാനൊരു പണിയില്ല. പക്ഷേ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള 1-2 ഘടകങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ശ്രേയസ് അയ്യരുടെ പെർഫോമൻസ് പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ആ ഒരു 17 റൺസിന് 2 വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യനെ കരകയർത്തി ശ്രേയസ് അയ്യരും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ചേർന്നിട്ട് തന്നെയാണ്. രോഹിത് ശർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിലുള്ള ഒരു മെല്ലെപ്പോക്കും അതുപോലെ തന്നെ താളം കണ്ടെത്താനുള്ള വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയതും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് ആ ഒരു ഇതിനെ മറികടന്നിട്ടുണ്ട്. ആ ഇന്നിങ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി മറികടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രോഹിത് ആ ഒരു പഴയ ഇതിലേക്ക് തിരിച്ചെത്തി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ അക്ഷർ പട്ടേലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, ബാറ്റിംഗിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും അക്ഷർ പട്ടേൽ നടത്തുന്ന ഒരു കോൺട്രിബ്യൂഷൻ അത് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അങ്ങനെ ഇപ്പോൾ ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ 8 വിക്കറ്റുകൾ നമുക്ക് വീഴ്ത്താൻ പറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് വേണമെങ്കിൽ പറയാം. അവിടെയാണ് കുൽദീപിന്റെ ഒരു സാന്നിധ്യം. അതെ, കുൽദീപും കൂടി ഉണ്ടെങ്കിൽ ഇന്നലത്തെ മത്സരം ഒരു പക്ഷേ അതെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേനെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറുവശത്ത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഓർഡറിന്റെ ഒരു കൊളാപ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ടോപ്പ് ഓർഡറിൽ നിന്ന് ഇതിനേക്കാളും കൂടുതൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് കഴിവുള്ള ടോപ്പ് ഓർഡർ ആണ്. ഇപ്പൊ ഗില്ലാണെങ്കിലും രോഹിത് ആണെങ്കിലും ഒരൊറ്റ ദിവസം ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ, കോഹ്ലി ആണെങ്കിൽ പോലും മികച്ച ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഏതൊരു മത്സരത്തിന്റെ ഫലം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു രീതിയിലുള്ള ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഇന്ത്യക്ക് ഉണ്ട്. പക്ഷെ ടോപ്പ് ഓർഡറിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ലെഫ്റ്റ് ഹാൻഡറുടെ ഒരു അഭാവം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്.
അത് പരിഹരിക്കാൻ ജയ്സ്വാൾ വരണം. ജയ്സ്വാളും സ്വാഭാവികമായിട്ട് രോഹിത്തും ഓപ്പൺ ചെയ്യട്ടെ, ഗില്ല് 3-ാം നമ്പറിൽ കളിക്കട്ടെ, കോഹ്ലി 4-ാം നമ്പറിൽ കളിക്കട്ടെ. അങ്ങനെ നമുക്ക് അങ്ങനെ മാറ്റങ്ങൾ വേണമെങ്കിൽ ഇപ്പോ വരുത്താവുന്നതാണ്. ഇതാണ് അതിന് യോജിച്ച സമയം എന്ന് തോന്നുന്നു. കാരണം ടോപ്പ് ഓർഡറിൽ നമുക്കറിയാം അക്സർ വരുന്നു, അക്സർ ഫോം ആവുന്നുണ്ട്. പക്ഷെ അക്സറിന് സ്ഥാനക്കയറ്റം കൊടുത്ത് വിടുന്നതാണ്. എനിക്ക് അക്സർ ഒരിക്കലും ഒരു 5-ാം നമ്പർ, അതായത് അല്ലെങ്കിൽ ആ ഒരു അതിനേക്കാളും താഴെ പൊസിഷൻ രാഹുലിനെയും മറികടന്നിട്ടാണ് അക്സർ വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ പ്രശ്നം ഈ ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ഹാൻഡറിന്റെ ഒരു അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്സറിനെ കയറ്റി വിടുന്നത്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു അതിനേക്കാളും ഒരു ടീമിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അടങ്ങിയ ബാറ്റർ ഉള്ളപ്പോൾ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. ആ താരത്തിന് ഇപ്പൊ നമ്മൾ ജയ്സ്വാൾ ഫോം ഔട്ട് ആണെങ്കിൽ വേണമെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ജയ്സ്വാളിനെ അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാം. ഇത് തെളിയിച്ചു കഴിഞ്ഞൊരു താരമാണ്. ഇപ്പം രോഹിത് ശർമ്മ ഒരുമിച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കേണ്ട താരം ജയ്സ്വാൾ ആണെന്ന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു താരം ടീമിൽ ഉണ്ടാകുമ്പോൾ ഈ ആദ്യ മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ടപ്പോൾ തന്നെ ഇത് വന്നതാണ്. അപ്പോൾ 2-ാം മത്സരത്തെ അവസരം കൊടുത്തില്ല. ഇനിയിപ്പോൾ 3-ാം മത്സരത്തിലെങ്കിലും ജയ്സ്വാൾ ഓപ്പൺ ചെയ്യണമെന്നാണ് കരുതുന്നത്. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറ്റൂ. പിന്നെ ഈ പറഞ്ഞ രോഹിത്തിനൊപ്പം ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ ഇറങ്ങട്ടെ, കളിക്കട്ടെ, നോക്കാമല്ലോ. ഇപ്പം ഗില്ലിൻ്റെ ഇത് പറഞ്ഞാൽ ഗില്ലും ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. 2 മത്സരങ്ങൾ അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് 2 മത്സരം കൊണ്ട് വിലയിരുത്താൻ പറ്റുന്ന താരങ്ങളല്ല ഇവരൊന്നും. പക്ഷെ അടുത്ത മത്സരത്തിൽ ഈ പറയുമ്പം പിന്നെ 1 ഡൗണിൽ ഇറങ്ങിയിട്ട് ഗില്ലിന് കളിക്കാൻ വേണ്ടി പറ്റും. ഗില്ല് 1 ഡൗണിൽ കളിക്കുന്ന താരമാണ്. അത് തെളിയിക്കാൻ വേണ്ടി പറ്റിയാൽ ഗില്ലിന് തിരിച്ചുവരാൻ വേണ്ടി പറ്റും, ആത്മവിശ്വാസം ലഭിക്കും. കോഹ്ലിക്ക് കുഴപ്പമില്ല. കോഹ്ലി 1 ഡൗണിൽ കളിക്കുന്നത് കോഹ്ലിയും കുഴപ്പമില്ല. 1 ഡൗണായാലും 4-ാം നമ്പറിലായാലും കോഹ്ലി കളിക്കും. നമുക്ക് അറിയുന്നതാണ് കോഹ്ലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. 2 മത്സരം കൊണ്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു താരങ്ങളെ അല്ല ഇവരൊന്നും. പക്ഷേ ഇവരൊന്നും ഭാവിയിൽ 2027 ലോകകപ്പിലേക്കുള്ള താരങ്ങളുമല്ല. ആ 2 നമ്പറിലേക്കുള്ള താരങ്ങൾ നമ്മൾ ഇപ്പം തന്നെ ലോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ശ്രേയസ് അയ്യർ 4-ാം നമ്പറിൽ നമുക്ക് ഫിക്സ് ആണ്, നമുക്ക് ഉറപ്പിക്കാം. ആ താരത്തിന്റെ പ്രകടനം അദ്ദേഹം ഇന്നലെ തന്നിട്ടുണ്ട്. പക്ഷെ ഇനി ആ നമ്പർ മാറി കളിച്ചാൽ അദ്ദേഹത്തിന് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പം KL രാഹുലാണ് ഇപ്പം വിക്കറ്റ് കീപ്പ് വരുന്നത്. KL രാഹുൽ വിക്കറ്റ് കീപ്പ് നല്ലൊരു സംശയമില്ല, നമുക്ക് പറ്റിയ താരം തന്നെയാണ്. മധ്യനിരയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം കളിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പം ധ്രുവ് ജുറലിന് അവസരം കൊടുക്കട്ടെ അവസര മത്സരത്തിൽ. നമുക്കിനി ഫലം വേറൊന്നും പറയാനില്ലല്ലോ. അതെ, ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ നിതീഷ് റെഡ്ഡിനെ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. ആ രീതിയിൽ ഉൾപ്പെടെയുള്ള താരങ്ങളാണെങ്കിൽ ഹർഷദാണി ഇന്നലെ സംഭാവന ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. എങ്കിൽ കൂടി നമുക്ക് താരങ്ങൾ കളിക്കാൻ അവസരം കൊടുക്കേണ്ടതുണ്ടല്ലോ. അതെ. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പോസിറ്റീവ് പറഞ്ഞ കൂട്ടത്തിൽ പോയൊരു കാര്യമാണ് ഹർഷിത് റാണയുടെ കഴിഞ്ഞ മത്സരത്തിലെ ബാറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡെത്ത് ഓവറിൽ അല്ലെങ്കിൽ ഒരു വാലറ്റം നല്ല രീതിയിൽ ഭേദപ്പെട്ട നിലയിലേക്ക് ഒരു പോരാടാൻ വേണ്ടി ഒരു സ്കോർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്ന തുടർച്ചയായിട്ട് റെഗുലർ ഇന്റർവെല്ലുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞിട്ട് പോലും നമുക്ക് 264 എന്ന് പറയുന്ന ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും വിരാട് കോഹ്ലിയുടെ ഒരു പ്രകടനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അത് വിരാട് കോഹ്ലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു നെഗറ്റീവാണ്. മറുവശത്ത് ഓസ്ട്രേലിയയുടെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയനെ സംബന്ധിച്ച് മികച്ച ഒരു ബോളിംഗ് നിര, അവർ നല്ല രീതിയിൽ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പവർ പ്ലേയിലാണെങ്കിലും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. ടോപ്പ് ഓർഡറിനെ ശരിക്കും ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ 2 മത്സരങ്ങളിൽ ശരിക്കും വിറപ്പിക്കാൻ ഓസ്ട്രേലിയൻ ബോളർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവരുടെ ബാറ്റിംഗ് ആണെങ്കിലും നമുക്ക് എങ്ങനെയാണോ ഒരു ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ 2 മത്സരത്തിൽ അവർക്ക് ടോസ് കിട്ടി എന്നുള്ളതാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ടോസ് കിട്ടിയതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. 2 മത്സരങ്ങളാണെങ്കിലും ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം അനായാസം ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിലൊന്നല്ലെങ്കിൽ ഒരു താരം ഫോം ആവുന്നുണ്ട്. നമുക്കറിയാം ഓസ്ട്രേലിയയുടെ ഒരു ക്രിക്കറ്റിലെ ഓസ്ട്രേലിയക്കാരുടെ ആ ഒരു ജനുസ് വേറെയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അവര് ആ രീതിയിലുള്ള പോരാട്ടവീര്യം അവസാനം വരെ അവർ കാഴ്ചവെക്കും. ഒരാളല്ലെങ്കിൽ ഒരാൾ ആ രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും സിഡ്നിയിലേക്ക് വരുന്ന സമയത്ത് സിഡ്നിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ആ ടീമിനാണ് ഹിസ്റ്റോറിക്കലി ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ടോട്ടൽ 168 മത്സരങ്ങൾ നടന്നതിൽ 90 മേലെ മത്സരങ്ങളും ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. 64 മത്സരങ്ങളാണ് രണ്ടാമത് ബാറ്റ് ചെയ്തിട്ടുള്ള ടീം വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് അത്. ഇതാണ് റൈറ്റ് ടൈം. കൃത്യമായ ടീമിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് ബാറ്റിംഗ് ഡെപ്ത് എന്ന ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഹർഷിത് റാണയൊക്കെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത്രയധികം ബാറ്റിംഗ് ഡെപ്ത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കുൽദീപിനെ മാറ്റി നിർത്തണോ എന്നുള്ളതൊരു ഇതാണ്. ഇപ്പൊ വാഷിംഗ്ടൺ സുന്ദറിന് പകരം കുൽദീപിനെ കളിപ്പിക്കാം എന്നുള്ളത് ഒരു ഓപ്ഷൻ അവിടെ ഇരിക്കെ അങ്ങനെ ഇന്ത്യൻ ടീം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഗംഭീർ കുറച്ച് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഗംഭീറിന്റെ സ്ട്രാറ്റജി നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ബാറ്റിംഗ് ഡെപ്ത് എന്നുള്ളതിനെ ഒരു കൂടുതൽ ഒരു ഫോക്കസ് കൊടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് പലപ്പോഴായിട്ടും. അത്
ഒരു ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പിലാണെങ്കിൽ പോലും പല സാഹചര്യങ്ങളിൽ അത് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷെ ഓസ്ട്രേലിയ പോലുള്ള ഒരു സമയത്ത് ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ട് ടീമിന്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു തന്നെയാണ്. ഇനി പുള്ളി ബാറ്റർ ആയതുകൊണ്ടാണോ അത് എന്നുള്ളതൊരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ടീമിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ ടീമിന് ആ ഒരു ധൈര്യം ഈ സമയത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്താം. 2 തവണ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിജയം കൂടി ഓസ്ട്രേലിയക്കെതിരെ അവിടെ നേടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയിട്ട് ഇനി നമുക്ക് T20 പരമ്പര വിജയിക്കാം എന്ന രീതിയിൽ നമുക്ക് സഞ്ജുവിനൊക്കെ പെർഫോമൻസ് വരാൻ കിടക്കുന്നുണ്ട്. അത് അതെ അത്തരം പ്രതീക്ഷകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. എന്തായാലും 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.